പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ ദേവാലയം കാണിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഇത് മനോഹരമായിട്ടുള്ള കല്ലുകളാലും രത്നങ്ങളാലും കാഴ്ച വസ്തുക്കളാലും നിർമ്മിതമാണ്. ക്രിസ്തു പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന്. അത് സംഭവിക്കുക തന്നെ ചെയ്തു. AD 70 അത് സംഭവിക്കുക തന്നെ ചെയ്തു. എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെയൊക്കെ പറഞ്ഞത്? ഈ ഭൗതികമായിട്ടുള്ള അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഉള്ള പ്രേരണ മനുഷ്യ ജീവിതത്തിലുണ്ട്. ഭൗതികമായിട്ട് നേട്ടങ്ങൾ കൊയ്യാനും അതുകൊണ്ട് ജീവിതത്തെ മനോഹരമാക്കുവാനും ശ്രമിക്കുന്നതെല്ലാം നശിച്ചു പോകും. ക്രിസ്തുവിനെ കൂടാതെ ശേഖരിക്കപ്പെടുന്നതും ക്രിസ്തുവിനെ കൂടാതെ അലങ്കരിക്കപ്പെടുന്നതും എല്ലാത്തിനും ഒരു നാശം അല്ലെങ്കിൽ മനോഹാരിത ഇല്ലായ്മ ഉണ്ടാവും. എന്നാൽ സഭ എന്ന സ്തൗധം അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനാലാണ്. ഈ ക്രിസ്തുവിനാൽ ഈ സഭ മനോഹരമാകുന്നത് സഭയിലെ ഓരോ മനുഷ്യരെയും കൊണ്ടാണ്, വിശുദ്ധരായ ജന്മങ്ങൾ കൊണ്ട്. ഇന്ന് ആൻഡ്രൂസിനെയും സഹചരന്മാരെയും ഓർക്കുമ്പോൾ അവർ വിശ്വാസത്തിൻ്റെ ജീവിതം നയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങൾ അവരെ തകർക്കാമെന്ന് ശ്രമിക്കുകയും അവരെ രക്തസാക്ഷിത്വത്തിന് വിധിക്കുകയും ചെയ്തു. എങ്കിലും അവർ തകർക്കപ്പെട്ടില്ല. ഇന്നും ഈ അൾത്താരയിൽ അവരുടെ നാമം നമ്മൾ ഏറ്റുപറയുകയാണ്. വിശുദ്ധരുടെ ജീവിതത്തിലും കുറവുകൾ ഉണ്ടായിരുന്നു. ഈ കുറവുകൾ നമ്മളെല്ലാവരും അറിഞ്ഞത് അവർ പറഞ്ഞതുകൊണ്ടാണ്. അവർക്കും അവർ നല്ലവരാണെന്നും മറ്റുള്ളവരെക്കാൾ കേമന്മാരായിരുന്നുവെന്നും അവർ നല്ല ജീവിതം കഴിക്കുകയും അതോടൊപ്പം തന്നെ പലരെയും സഹായിക്കുകയും ചെയ്തു എന്നൊക്കെ എഴുതി വെക്കാമായിരുന്നു. അവരുടെ ജീവിതം മനോഹരമായിരുന്നുവെന്ന്. എന്നാൽ അവരുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെയൊക്കെ ഈ ലോകത്തോട് പറയുവാനും അവരെങ്ങനെ ക്രിസ്തുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ജീവിതത്തെ മനോഹരമാക്കിയെന്നും വിശുദ്ധമാക്കിയെന്നും ഈ ലോകത്തെ പഠിപ്പിച്ചത് നമ്മളും നിലനിൽക്കുന്ന സൗന്ദര്യങ്ങളാക്കി ക്രിസ്തു സൗന്ദര്യങ്ങളായി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് സഭയുടെ സൗന്ദര്യവും സഭ നിലനിൽക്കുന്നതും. കാരണം സഭയ്ക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ ഈ ലോകം അറിഞ്ഞത് സഭ പറഞ്ഞതുകൊണ്ടാണ്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കണക്ക് എല്ലാ തെറ്റുകളെയും മറച്ചു വയ്ക്കുന്ന സ്വഭാവമല്ല സഭയ്ക്കുള്ളത്. അത് ഏറ്റുപറയും. അതെങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് തിരുത്തുമെന്നും ഈ ലോകത്തോട് പറയും. അതാണ് സഭയുടെ സൗന്ദര്യം. ക്രിസ്തുവിനാൽ അലങ്കൃതമായ സഭ ഇന്നും നിലനിൽക്കുന്നതും ഇനിയും നിലനിൽക്കുന്നതും ആ ഒരു സൗന്ദര്യം സഭയ്ക്കുള്ളത് കൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല തമ്പുരാനെ, കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തോട് ഏച്ചു കെട്ടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും മനോഹരമാക്കുവാൻ ശ്രമിച്ചു. പക്ഷേ നിന്നെ ഞങ്ങൾ കൂട്ടിവെച്ചില്ല, കൂട്ടുകൂട്ടിയില്ല. അതുകൊണ്ട് ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ പടുത്തുയർത്തുന്നത് എന്തിലും നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന്. ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് സിസ്ലി വിൻസെന്റ് കോന്നോത്ത്, സണ്ണി സിസ്ലി കോന്നോത്ത്, ബ്രദർ ജോസ് പീറ്റർ, അച്ചാഗോ അന്ന, ഷൈജു സേവർ മാളിയേക്കൽ, ഗിൽഡ ഡൊമിനിക് പുത്തമ്പുരയ്ക്കൽ, നൈനൽ രാജ് മാന്ദ്ര, KJ സാം കുരിശിങ്കൽ, സിസ്ലി വിൻസെന്റ് കോന്നോത്ത്, അനസ്താസിയ മാപ്പിളശ്ശേരി, ക്ലീറ്റസ് തെരുവറമ്പിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ ഉച്ചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം, എൻ്റെ പിഴം, എൻ്റെ വലിയ പിഴം.
ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരീകളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പിതൃത്വത്തിന്റെയും ഉറവിടവും ആരംഭവുമായ പിതാവായ ദൈവമേ, രക്തസാക്ഷികളായ വിശുദ്ധ ആൻഡ്രൂസും അദ്ദേഹത്തിന്റെ സഹചരന്മാരും രക്തം ചിന്തുവോളം അങ്ങേ പുത്രന്റെ കുരിശിനോട് വിശ്വസ്തരായിരിക്കുവാൻ അങ്ങ് ഇടയാക്കിയല്ലോ. അവരുടെ മധ്യസ്ഥതയാൽ അങ്ങേ സ്നേഹം സഹോദരരുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങേ പുത്രരെന്ന് വിളിക്കപ്പെടുവാൻ അർഹത നേടുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. വിശുദ്ധ യോഹന്നാനുണ്ടായ വെളിപ്പാട്. ഞാനൊരു വെൺമേഘം കണ്ട് മനുഷ്യപുത്രന് സദൃശനായ ഒരാൾ ശിരസിൽ പൊൻകിരീടമണിഞ്ഞും കയ്യിൽ മൂർച്ചയുള്ള അരിവാൾ പിടിച്ചുകൊണ്ടും അതിലിരിക്കുന്നതും ഞാൻ കണ്ടു. വേറൊരു മാലാഖ ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നു മേഘത്തിലിരുന്ന മാലാഖയോട് വിളിച്ചു പറഞ്ഞു, കൊയ്ത്തിന്റെ സമയമായിരിക്കയാൽ അരിവാളെടുത്ത് കൊയ്തുകൊള്ളുക. മേഘത്തിലിരുന്നിരുന്ന മാലാഖ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. വേറൊരു മാലാഖ സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നു. ആ മാലാഖയുടെ കയ്യിലും മൂർച്ചയുള്ള അരിവാൾ ഉണ്ടായിരുന്നു. അഗ്നിയുടെ മേൽ അധികാരമുള്ള മറ്റൊരു മാലാഖ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയേറിയ അരിവാൾ പിടിച്ചിരുന്ന മാലാഖയോട് വിളിച്ചു പറഞ്ഞു, മുന്തിരിങ്ങ പഴുത്ത പാകമായിരിക്കുന്നു. മൂർച്ചയേറിയ അരിവാളെടുത്ത് ഭൂമിയിലെ മുന്തിരിത്തോട്ടത്തിലെ കുലകൾ ശേഖരിക്കുക. തത്സമയം ആ മാലാഖ അരിവാൾ ഭൂമിയിലേക്ക് നീട്ടി മുന്തിരിപ്പഴം ശേഖരിച്ചു ദൈവകോപമാകുന്ന വലിയ മുന്തിരിച്ചക്കിലേക്ക് ഇട്ടു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവ് വാഴുന്നു എന്ന് വിജാതിരുടെ ഇടയിൽ പറയുവിൻ. ഇളകാത്ത വിധം അവിടുന്ന് ഭൂലോകത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു. ജനങ്ങളെ അവിടുന്ന് നീതിയോടെ ഭരിക്കുന്നു. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. ആകാശം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ, സമുദ്രവും അതിലുള്ള സമസ്തവും പ്രതിധ്വനിക്കട്ടെ, കരയും അതിലെ സകല വസ്തുക്കളും സന്തോഷിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും കർത്താവിന് മുമ്പിൽ ആഹ്ലാദം കൊള്ളും. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, ഭൂമിയെ വിധിക്കാൻ വരുന്നു. ഭൂഗോളത്തെ അവിടുന്ന് നീതിയോടും ജനങ്ങളെ വിശ്വസ്തയോടും കൂടെ ഭരിക്കും. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ്സുയർത്തി മേൽപോട്ട് നോക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ഉദ്ധാരണത്തിന് സമയം സമാഗതമായിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ചില ആളുകൾ ജെറൂസലേം ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. അവർ ചോദിച്ചു, ഗുരു, അതെപ്പോഴാണ് സംഭവിക്കുക?
ഇതെല്ലാം സംഭവിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണെന്നും സമയം അടുത്തുവെന്നും പറഞ്ഞ് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതായിരുന്നു, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. അവൻ തുടർന്നും, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്ത് നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനം. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും അമൂല്യമാമൊന്നും ഇല്ലെനിക്കേകുവാൻ, എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. ത്യാഗത്തിനോർമ്മകൾ വിരിയും ഇന്നീ ദിവ്യമം അൾത്താരയിൽ. ത്യാഗത്തിനോർമ്മകൾ വിരിയും ഇന്നീ ദിവ്യമം അൾത്താരയിൽ. നിൻ സ്നേഹാഗ്നി ജ്വാലയിൽ എരിയാ ഒരു ബലിവസ്തുവായി എന്നെ മാറ്റിടൂ. ഒരു ബലിവസ്തുവായി എന്നെ മാറ്റിടൂ. സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധനായ പിതാവായ ദൈവമേ, രക്തസാക്ഷികളുടെ വിശുദ്ധരുടെ പീഡാസഹനം ആദരിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിൽ എന്നും അങ്ങയോട് വിശ്വസ്തരായി കാണപ്പെടുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷികളായ വിശുദ്ധ ആൻഡ്രൂസും സഹോദരന്മാരും ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ ശക്തികന്മാരോടും നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ
നാമത്തിൽ വരുവാനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയപ്പെട്ടവരെ, സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിശ്വാസത്തിലേറെ ആഴപ്പെടുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും ഓർക്കാം. വളരെ പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്നവർ, മാനസിക അസ്വസ്ഥതകളിൽ കഴിയുന്നവർ, ജീവിതം അടുത്തു എന്ന് വിചാരിക്കുന്നവർ, കുടുംബജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർ, രോഗിയായി കഴിയുന്നവർ, രോഗാവസ്ഥ ആരോടും പറയാത്തവർ, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കുറ്റബോധങ്ങളിലും പാപാവസ്ഥയിലും കഴിയുന്നുവെന്ന് ചിന്തിക്കുന്ന, കുറ്റബോധത്തിൽ കഴിയുന്ന അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാണ്. തിരുരക്തത്താൽ അവിടുന്ന് കഴുകുന്ന അനുഭവം, ദൈവാനുഭവം അവർക്കുണ്ടാവുവാനായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മിത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ
ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായുള്ള പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്നാണ് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായോർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എന്നിലില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പു നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. നെഞ്ചകം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം അകറ്റ, നെഞ്ചകം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം അകറ്റ, തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാക്കണേ. തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാക്കണേ. എത്ര നാളായി ഞാൻ കൊതിപ്പു നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, രക്തസാക്ഷികളായ വിശുദ്ധരുടെ സ്മരണാഘോഷത്തിൽ ഒരേ അപ്പത്തിന്റെ ഭോജനത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ സ്നേഹത്തിൽ ഒരുമയോടെ നിലനിന്നുകൊണ്ട് സഹനശക്തിയിൽ നിത്യമായി സമ്മാനം കൈവരിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. കരുണയിടും മമനാഥായിന്നി കനിവോടോർക്കണമേ. മാമക ജീവിതം ഒരു നിഴൽ പോലെ മായുകയാണീ മഞ്ഞിൽ. കർത്താവേ ഗണമേ, കർത്താവേ ഗണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ സിസ്ലി വിൻസെന്റ് കോന്നോത്ത്, സണ്ണി സിസ്ലി കോന്നോത്ത്, ബ്രദർ ജോസ് പീറ്റർ, അച്ചാക്കോ അന്ന, ഷൈജു സീവർ മാളിയേക്കൽ, ഗിൽഡ ഡൊമിനിക് പുത്തമ്പുരക്കൽ, ലൈനൽ രാജ് മാന്ദ്ര, കെ ജെ സാം കുരിശിങ്കൽ, സിസ്ലി വിൻസെന്റ് കോന്നോത്ത്, അനസ്താസിയ മാപ്പിളശ്ശേരി, ക്ലീറ്റസ് തെരുവിപ്പറമ്പിൽ, ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. സൂര്യന്റെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവീ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്ത കാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.